നമസ്കാരം. ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ച മിസ നാടകത്തിനെതിരായ വിമർശനങ്ങളിൽ പ്രതികരണവുമായി തിയേറ്റർ ആർട്ടിസ്റ്റ് ചിന്നു ചിലങ്ക. നാടകത്തിന്റെ ഒരു ഭാഗം മാത്രം മുറിച്ചെടുത്ത് തെറ്റായ രീതിയിൽ പ്രചരിക്കുകയാണെന്നാണ് ചിന്നു ചിലങ്കയുടെ ആരോപണം. അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ തുടങ്ങി ഫാസിസം, ഭരണകൂട ഭീകരത തുടങ്ങിയ വിഷയങ്ങളെ ചർച്ച ചെയ്യുന്ന നാടകമാണ് മിസയെന്ന് ചിന്നു ചിലങ്ക പറഞ്ഞു. ഭരണകൂട ഭീകരതയെക്കുറിച്ചാണ് നാടകം സംസാരിക്കുന്നതെന്നും അവർ വ്യക്തമാക്കി. നാടകം ആരെയാണോ ലക്ഷ്യമിടുന്നത്, ആരെയാണോ വിമർശന വിധേയമാക്കുന്നത്, അവർക്കത് കൃത്യമായി കൊണ്ടിട്ടുണ്ടെന്നാണ് ഇപ്പോഴുണ്ടാകുന്ന വിവാദങ്ങളും അപവാദ പ്രചാരണങ്ങളും വ്യക്തമാക്കുന്നതെന്നും ചിന്നു ചിലങ്ക പ്രതികരിച്ചു. മിസ ആരെയാണോ മുറിവേൽപ്പിക്കുക, നാടകം ആരെയാണോ പൊള്ളിക്കുക, അവർക്ക് നന്നായി കൊണ്ടിട്ടുണ്ട്. നാടകവുമായി ശക്തമായി മുന്നോട്ടു പോകും എന്നതായിരുന്നു ചിന്നു ചിലങ്കയുടെ പ്രതികരണം. അതേസമയം ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളന വേദിയിൽ അവതരിപ്പിച്ച നാടകത്തിലെ വേഷവിധാനത്തെയും അവതരണ രീതിയെയും ചൊല്ലി സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ രൂക്ഷമായ വിമർശനമാണ് ഉയർന്നത്. മിസ നാടകത്തിലെ കലാകാരിയായ ചിന്നു ചിലങ്ക തന്റെ പ്രതികരണത്തിൽ ശശികല ടീച്ചറുടെ നിലപാടുകളെയും വിമർശിച്ചിരുന്നു. നാടകത്തിന്റെ ആശയത്തെയും അവതരണത്തെയും കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ വ്യക്തിപരമായ വിമർശനങ്ങളിലേക്ക് കടക്കാതെ കലാസൃഷ്ടിയുടെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തെക്കുറിച്ചാണ് ചർച്ച വേണ്ടതെന്ന നിലപാടാണ് പ്രധാനമായും ഉയർന്നത്. ശശികല ടീച്ചറുടെ പരാമർശങ്ങളോടുള്ള വിയോജിപ്പും അതിനോടുള്ള ശക്തമായ പ്രതികരണവുമാണ് ചിന്നു ചിലങ്കയുടെ വാക്കുകളിൽ പ്രകടമായത്. ഇതിനു പിന്നാലെ ശശികല ടീച്ചറും പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ശശികല ടീച്ചറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു: മേഡം ഉണ്ടതിലും അധികമോണം ഞാനുണ്ടല്ലോ. 51 കൊല്ലങ്ങൾക്ക് മുമ്പ് 8ാം ക്ലാസ്സുകാരിയായിരുന്ന ഞാൻ അടിയന്തരാവസ്ഥയ്ക്കെതിരെ അന്ന് സംഘം വിതരണം ചെയ്തിരുന്ന രഹസ്യ ലഘുലേഖകൾ വായിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്ത് വളർന്നു വന്നവളാണ് ഞാൻ. എൻ്റെ അച്ഛൻ തന്നെയാണ് എന്നെ അത് വായിപ്പിച്ചിരുന്നതും അതിലെ വസ്തുതകൾ വിശദമാക്കി തന്നിരുന്നതും. സംസ്ഥാന തലത്തിൽ വരെ പ്രസംഗ മത്സരങ്ങൾക്ക് പോയിരുന്ന എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ ഏതു വിഷയം പ്രസംഗിക്കാൻ കിട്ടിയാലും പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ പറയേണ്ടുന്ന ചില പോയിന്റുകൾ മുൻകൂട്ടി പഠിപ്പിക്കാറുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു അടിയന്തരാവസ്ഥയുടെ അച്ചടക്കത്തെ പുകഴ്ത്തുക, 20 പരിപാടികളെ പുകഴ്ത്തുക, അതോടൊപ്പം നാവടയ്ക്ക് പണിയെടുക്കുക പോലുള്ള ചില മുദ്രാവാക്യങ്ങളൊക്കെ. പക്ഷേ ഒരിക്കൽ പോലും ഒരു പ്രസംഗ വേദിയിലും അന്നൊന്നും ഞാനത് അവതരിപ്പിച്ചിട്ടില്ല. അടിയന്തരാവസ്ഥയോടുള്ള എൻ്റെ പ്രതിഷേധമായിരുന്നു അത്. പലപ്പോഴും മത്സരം കഴിഞ്ഞാൽ അധ്യാപകർ ചോദിക്കാറുണ്ട് എന്തേ അത് പറയാത്തതെന്ന്. പ്രസംഗത്തിന്റെ ഫ്ലോക്കിടയിൽ മറന്നുപോയി എന്ന കള്ളം പറഞ്ഞ് തടിയെടുക്കാറാണ് പതിവ്. അടിയന്തരാവസ്ഥ കഴിഞ്ഞ് 1977 തെരഞ്ഞെടുപ്പിൽ ചിക്കൻ ബോക്സിന്റെ ആക്രമണത്തിനിടയിലും രാത്രി ഉറക്കമൊഴിച്ചിരുന്ന് റേഡിയോയിൽ നിന്ന് സഞ്ജയ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും ഒക്കെ പതനമറിഞ്ഞ അച്ഛനോടൊപ്പം ആർപ്പു വിളിക്കുമ്പോൾ എനിക്ക് 14 വയസ്സ് തികഞ്ഞിട്ടില്ല. അടിയന്തരാവസ്ഥ കഴിഞ്ഞ് 51 വർഷങ്ങൾക്ക് ശേഷം വികാരം വരികയും പ്രതികരിക്കുകയും ചെയ്യുന്നവർക്ക് അത് മനസ്സിലാകണം എന്നുമില്ല. മാഡം, ഞാൻ ടീച്ചർ തന്നെയാണ്. അതിൽ ഞാൻ അഭിമാനിക്കുകയും ചെയ്യുന്നു. ഒരു സംഘടനാ പ്രവർത്തക എന്നതിലുപരി എൻ്റെ അഭിമാനം അത് തന്നെയാണ്. എൻ്റെ അഡ്രസ് അത് തന്നെയാണ്. ഞങ്ങളുടെ വീട്ടുപേര് ഇവിടെ പലർക്കും അറിയില്ല. എല്ലാവർക്കും ഇത് ടീച്ചറുടെ വീടാണ്. ഞാൻ എന്ന ടീച്ചറുടേത് മാത്രമല്ല, എൻ്റെ അമ്മ ടീച്ചറുടേത് കൂടിയാണ്. 3.5 പതിറ്റാണ്ടിലധികം ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ കുട്ടികളെ പഠിപ്പിച്ച് ഞാൻ ആ വിളി കാത്തു നിറച്ചു വെച്ചിട്ടുണ്ട്. ഇന്നും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഞാൻ പഠിപ്പിച്ച എൻ്റെ കുട്ടികളുണ്ട്. അതുകൊണ്ട് മാഡം എന്നെ ടീച്ചർ എന്നും വിളിച്ചില്ലെങ്കിലും നോ പ്രോബ്ലം. സോറി മാഡം. ഇനി മാഡത്തിൻ്റെയോ മാഡത്തിന്റെ രാഷ്ട്രീയത്തിൻ്റെയോ ടീച്ചർ എന്ന വിളി കേൾക്കാൻ വേണ്ടി എനിക്ക് MDMA വിൽക്കാൻ സാധ്യമല്ല എന്ന് ഖേദപൂർവ്വം അറിയിക്കട്ടെ. ശശികല ടീച്ചറുടെ പ്രതികരണവും പുറത്തു വന്നതോടെ മിസ നാടകത്തെ ചൊല്ലിയുള്ള രാഷ്ട്രീയ സാമൂഹിക ചർച്ചകൾ കൂടുതൽ ശക്തമായിരിക്കുകയാണ്. നാടകത്തിന്റെ അവതരണവും അതിലെ പരാമർശങ്ങളും സംബന്ധിച്ച് ഇരുവിഭാഗത്തിൽ നിന്നും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഉയരുന്നത്. വിവാദങ്ങൾക്കിടയിലും നാടകവുമായി മുന്നോട്ടു പോകുമെന്ന നിലപാടിലാണ് അണിയറ പ്രവർത്തകർ. അതേസമയം നാടകത്തിനെതിരായ വിമർശനങ്ങളും സോഷ്യൽ മീഡിയ ചർച്ചകളും തുടരുകയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.